ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ കേരള ടു നേപ്പാളിൻ്റെ എത്രാമത്തെ എപ്പിസോഡ്? 9ാമത്തെ ദിവസം. 9ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒഡീസയിലെ എവിടെയാണ്? ഏതോ ഒരു നായരുടെ പമ്പിലാണ് ഉള്ളത്. അപ്പോൾ അവർ ഇന്നലെ നമുക്കൊരു ടെൻറ്റ് സ്റ്റേ അവൈലബിൾ വന്നു. അപ്പം അവരുടെ സൈഡായിട്ട് ടെൻറ്റൊക്കെ അടിച്ച് ഇത് രാവിലെ 5 മണിയൊക്കെ തന്നെ വിളിച്ചു. മഴ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നീച്ചോടും പറഞ്ഞു. അപ്പോൾ പക്ഷെ കൊതുകിന് ഒരു കുറവുമില്ല. അതിപ്പോ കേരളത്തിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ടെന്റ് അടിച്ചതൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. 2ാമത്തെ ദിവസത്തിന് ശേഷമാണ് ഞാൻ പല്ലേക്കുന്നത്, സത്യം പറയാലോ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൂഡിൽസ് ഉണ്ട്. റാഫി ഇന്നലത്തിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മള് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നൂഡിൽസ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ചായ പൊടിയാട്ടോ, അടിപൊളി ചായ. നേരത്തെ പറഞ്ഞ ചെറിയ ടിപ്പ്, കുറച്ച് നമ്മൾക്ക് എന്തായി നൂഡിൽസിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറി തുടങ്ങി. 10 രൂപേന്റെ നൂഡിൽസിന് പിന്നെ നിനക്ക് ആദ്യം ഫസ്റ്റത്തെ വിശപ്പിന്റെ ഈ കാഠിന്യം കൊണ്ട് ഒരു സ്പൂൺ വായിച്ചത് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ പിന്നെ തിന്നുമ്പോൾ എന്തായി ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ബാക്കി ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ബാക്കി ഇതാ ഇവിടെ ഉണ്ട്. നൂഡിൽസ് ചാടിക്കളയേണ്ട അവസ്ഥയാണ് ഗൈസ്. അത്രക്ക് കൊണയുണ്ട് ഇവരാ ഉണ്ടാക്കിയ. ഇനി എന്നെ പറയാ, തിന്നുമ്പോ ഇത് തോന്നിക്കില്ലല്ലോ. ഞാൻ 2 സ്പൂൺ അത്. അപ്പൊ എന്റെ റിവ്യൂ എന്റെ കയ്യിലുണ്ട്. ആദ്യം അത് വന്ന് ചെയ്ത് വരും. ഇവിടെ ലോറി സമരം. പണി കിട്ടിയിരിക്കുകയാണ്. തീരുമ്പോ പടുതര ഞാനെന്റെ കുപ്പിന്ന് പറഞ്ഞ ഭൂത. അതെ, അടുത്ത് നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്ന സാധനം വീണ്ടും വിട്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇത് എന്താ അത് ഈ കുഷ്യൻ സീറ്റ് ആയതുകൊണ്ട് മാത്രം. അതെ, അല്ല വല്ല ഹോസ്പിറ്റലും കാണായിരുന്നു. നമ്മൾ വെസ്റ്റ് ബംഗാളിലെത്തി അവരുടെ ട്രഡീഷണൽ ചായയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ ചായ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. നല്ല മഴയാണ്, നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം നമ്മൾ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഏതോ ഒരു സംഗതി ഞങ്ങളിവിടെ കയറി വന്ന് ഇരുന്നിട്ടുള്ളൂ. ഓർഡർ ആക്കിയിട്ട് പോയില്ല, അതിൽ മുന്നേ സാധനം മുന്നിൽ എത്തി. എന്നാൽ ഓരോ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്ന ബാക്കിയുള്ളത് എടുത്ത് തരുന്നതാണ്. ഒന്നും തിരിഞ്ഞിക്കില്ല. എന്നാലും നല്ല വിശപ്പ്. എന്നാലും വകുപ്പില്ല, ഞാൻ കാണിച്ചൊരു ചോദ്യം. ഇതുപോലൊരു മോശം റോഡ്, ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. ഏതാണ്ടൊരു 3 hours എങ്ങാണ്ടായി ഒരു 100 kilometers കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസ് കൂടെയാണ്. ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. റോഡൊക്കെ പക്ക അബദ്ധമാണ്, എവിടെ എത്തിപ്പെടുമെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഹൈവേ ആണ്, NH-ന്റെ 66 ആണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ തന്നെ പോയിട്ട് NH 116 116 ആണ് വരുന്നത്. പക്ക അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഐ മീൻ ഇന്ത്യയിൽ ഇന്നത്തെ ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് സിഗ്നലാണെന്ന് വേണേൽ പറയുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി വരുന്നത് ഇതാണ് ആയിട്ടുള്ള ഒരു ചുറ്റും കൂടെ പോകുന്ന അവസ്ഥയാണ്. വൻ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ശോകം പിടിച്ച റോഡാണ്. ട്രാഫിക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. പിന്നെ റോഡ് ബിഹേവിയൻസ് ആണെങ്കിൽ ഒട്ടുമില്ല അല്ലേ റഫേ? ഒട്ടുമില്ല എന്ന് വെച്ചാൽ ഒട്ടുമില്ല. ആൾക്കാർക്ക് തോന്നിയ മാതിരിയാണ്. ഫ്രണ്ടിൽ വരുന്ന ഒരു ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാൻ ഇവിടെ ആൾക്കാർ നോക്കുന്നില്ല. അത്രയും മോശം. പിന്നെ ഫുഡൊക്കെയാണെ പറയണ്ടല്ലോ. ഇവിടുത്തെ വരുന്ന ഒരു ആംബുലൻസാണ്. ഒരു ആംബുലൻസിൻ്റെ പരിഗണന പോലും ഇവിടെ ആരും കൊടുക്കുന്നില്ല. വണ്ടി ഒരു സൈഡാക്കി കൊടുക്കാനുള്ള മര്യാദയെങ്കിലും ആരെങ്കിലും കാണിക്കണം. അതുപോലും ഇവിടെ കാണിക്കുന്നില്ല. അത്രയും എന്താ പറയുക, വളരെയധികം മോശമായിട്ടുള്ളൊരു സ്ഥലം. നടു റോട്ടുമ്പോൾ കൂടെ കാണിക്കുന്ന അഭ്യാസങ്ങൾ. ഇത് റോഡാണോ അതോ ഫീൽഡാണോ കുഴിയാണോ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. ആംബുലൻസ് ഇതുവരെയായിട്ട് പോയിട്ടില്ല. ക്രിട്ടിക്കലായിട്ട് പോകുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ പരിഗണനയാണത്. ഭയങ്കര മോശം. കട്ടുവ റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് മാനേഴ്സും ഇവിടെ എന്താണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞൂടാ. എന്താണെന്ന് സത്യമായിട്ട് അറിഞ്ഞൂടാ. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇത്രയും അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബസ് ഡ്രൈവിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരൊന്നും ഒന്നുമല്ല എന്ന് വേണേൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ മാന്യമായിട്ടുള്ള ആൾക്കാരാണെന്ന് വേണേൽ പറയാം. ഒരു ആംബുലൻസിനൊക്കെ അടുത്ത് വിടാൻ അങ്ങനെ നല്ലൊരു പണി കിട്ടി. നല്ല മഴയത്ത് ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ഏതോ ഒരു സൈഡിലാണുള്ളത്, ബംഗ്ലാദേശി ബോർഡറിൽ. മഴയൊക്കെ നനഞ്ഞിത് ചെയിനിന് നല്ലൊരു പണി കിട്ടി. ഇനി എന്താവും അറിയില്ല ഗൈസ്. ഫൈനലി റൂം എടുത്തിരിക്കുകയാണ്. ഒരു അടിപൊളി സ്ഥലത്താണ് റൂമൊക്കെ എടുത്ത്. നല്ല വൈബുള്ള സ്ഥലമാണ്. വെസ്റ്റ് ബംഗാൾ അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത്. അപ്പോൾ നമ്മൾ എത്ര ദിവസത്തിന് ശേഷം റൂം എടുക്കുന്നത്? ഡേ ഫസ്റ്റിലെടുത്ത്. എന്നാലും ഇത് ലഗേജൊക്കെ കഴിച്ച് പോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. എ സിക്ക് വെറും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1800. നമ്മളത് ബാർഗെയിൻ ചെയ്തിട്ട് വെറും 800 രൂപയ്ക്ക് വാങ്ങിച്ച്. നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഹലോ ഗൈസ്, നമ്മള് ഡാർജിലിംഗ് ഡെസ്റ്റിനേഷൻ വെച്ച് വന്നിട്ട് ഇപ്പോൾ ഡാർജിലിങ്ങിൻ്റെ ഒരു 350 കിലോമീറ്റർ ഇപ്പുറം ഒരു റൂം എടുത്ത്. കാരണം നല്ല മഴയും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല വെസ്റ്റ് ബംഗാൾ ആ സൈഡിൽ ആ റോഡ്, ഓ മൈ ഗോഡ്, ഇല്ലാണ്ടായി കളിക്കാണ്. എന്താ അവസ്ഥ. വണ്ടിയൊക്കെ ഓരോ കുണ്ടുക്ക് ഷോക്കേസറിലും മുറിഞ്ഞു വീടും. 5 റോഡും കാര്യം. അതൊന്നും വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ. പിന്നെ അത്യാവശ്യം 1-2 പണികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെയിൻ സോക്കറ്റ് അടിച്ച് ചെയിന് ഫുള്ള് ലൂസായിന്. അപ്പൊ അത് ടൈറ്റാക്കാൻ വേണ്ടി നടന്ന് ഒരു സ്ഥലത്ത് കിട്ടാണ്ടായപ്പോ ഞങ്ങളെ ഒഴിവാക്കി. എന്നിട്ട് ഇങ്ങോട്ട് ഏകദേശം ഇവിടെ എത്താനായിട്ടല്ലേ കിട്ടിയത്. അവിടെ എത്താനായ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയപ്പോ അവര് പറഞ്ഞാൽ റെഡിയാക്കി തരാം.
അങ്ങനെ ഒരു ചെയിൻ സോക്കറ്റൊക്കെ ടൈറ്റാക്കി തന്ന് അതും കഴിഞ്ഞ് നേരെ പോന്ന് ഒരു റൂം എടുത്തതാ. പ്രാഹത്തായിട്ട് ഇങ്ങനെ കുത്തിലേക്ക് എന്താ ചെയ്യാ. ഇന്നത്തെ ദിവസം ഇവിടെ സുഖസുന്ദരായിട്ടൊന്ന് കിടന്നുറങ്ങണം. നാളെ ഇനിയിപ്പോ രാവിലെ ഇടിക്കാനൊന്നും കയ്യല്ല ഗൈസ്. നാളെ ഒരു 12 മണി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നാളെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കും. ഡാർജിലിംഗിൽ ഞങ്ങൾ എത്തിയിരിക്കും, അത് ഉറപ്പ്. I think so. Day after tomorrow, maybe our reach. No. Day after tomorrow is not possible, bro. Okay. എന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എത്തിയിരിക്കും. സ്കെയിൽ 18, 45, 29 കൊണ്ട് എന്റെ ബുള്ളറ്റ് നേപ്പാൾ ബോർഡർ ക്രൂസ് ചെയ്തിരിക്കും ഗൈസ്.